ഇവിടെ നിന്നും ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൃത ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്നും ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ ലാൻഡ്സ്കേപ്പ് ആണ്. ലാൻഡ്സ്കേപ്പ് ഉണ്ട്, പോർട്രേറ്റ് ഉണ്ട്. ഞാനിവിടെ ലാൻഡ്സ്കേപ്പ് കൊടുക്കുന്നു. ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ലാൻഡ്സ്കേപ്പിലുള്ള ഒരു ക്യാൻവാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ കൃതയിലുള്ള പ്രാക്ടിക്കൽ വർക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കൃതയിലുള്ള പ്രാക്ടിക്കൽ വർക്ക് ഫിഗർ 1.3 മോഡൽ ഓഫ് ദ ബ്രാഞ്ച്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഡ്രോ ചെയ്യേണ്ടത്. ഓക്കെ, കൃത ആപ്ലിക്കേഷനിൽ നിങ്ങൾ കാണാം, ഇവിടെയുള്ള ടൂൾസിൽ നിന്നും നമുക്ക് രണ്ട് മെത്തേഡ് നമുക്കായൊരു ബ്രാഞ്ച് വരയ്ക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് ബ്രഷ് ടൂൾ എടുത്തുകൊണ്ട് നമുക്കിവിടെ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതേപോലെ നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണോ നമ്മുടെ ഹാൻഡ് മൂവ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ വരക്കാൻ വേണ്ടി പറ്റും. ഇനി മറ്റൊരു മെത്തേഡ്, അതുപോലെ തന്നെ നമുക്കിത് ഇറേസ് ചെയ്യണമെങ്കിൽ Ctrl+A പ്രസ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വരച്ചത് ഇവിടെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഈ ഒരു സെലക്ഷൻ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഈ സെലക്ട് മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡീസെലക്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെലക്ഷൻ പോയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് വരക്കാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ബെസിയർ കർവ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബ്രാഞ്ച് ബ്യൂട്ടിഫുള്ളായി വരക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ബെസിയർ കർവ് ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് കളറിലാണോ വരേണ്ടത് ആ ഒരു കളർ ഇവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കളർ ബോക്സിൽ നിന്നും ഏതൊരു കളറാണോ ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്യുക. ബെസിയർ കർവ് ടൂൾ യൂസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ വരും. കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ ചെരിക്കേണ്ടത് അതുപോലെ നമുക്ക് ഇതുപോലെ ചെരിച്ചെടുക്കാൻ പറ്റും. ഇനി ബ്രാഞ്ചസിന്റെ ഒരു ഷേപ്പിലേക്ക് വരച്ച് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് അത്ര ബ്യൂട്ടിഫുൾ ആയി എനിക്ക് വരക്കാൻ അറിയില്ല, എങ്കിലും ഈ ഒരു ബെസിയർ കർവ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഞാനൊരു ബ്രാഞ്ച് ഇവിടെ വരക്കാൻ ശ്രമിക്കുകയാണ്. ഇനി ഇത് ലാസ്റ്റ് ഞങ്ങൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ബ്രാഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഫിൽ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ കളർ ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബ്രാഞ്ച് ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫസ്റ്റ് വർക്ക്.